സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പ്രാധാന്യം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ ജനകീയമായി നടത്തി KCJM ഹൈസ്കൂൾ. അയാളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയുടെ ഡെമോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മളൊരു കാര്യം കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ കുട്ടികൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഒരു വോട്ടിംഗ്, ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ ചെയ്യും എന്നുള്ളതാണ്. അതതിൻ്റെ കൃത്യമായ സംവിധാനം വളരെ നന്നായിട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഞാൻ സ്കൂളിൽ ഇതിനെ സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, കേരള പോലീസിന് വേണ്ടി. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ID കാണിച്ചു കൊടുക്കുന്നു, ബാക്കി ഡീറ്റെയിൽ എല്ലാം തന്നെ. ഒരു പോളിംഗ് ബൂത്തിൽ എന്തെല്ലാം നടപടികളുണ്ടോ അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ വേണ്ടി നിങ്ങൾ സജ്ജീകരിച്ച സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വോട്ടിംഗ് സിസ്റ്റം ഇന്നത്തെ രീതിക്കനുസരിച്ച് നമ്മുടെ ന്യൂ ജെൻ സിസ്റ്റം തന്നെയാണ്. അല്ലാതെ വെറുതെ പോയിട്ട് നമ്മൾ സീലടിച്ച് പോകുന്ന സിസ്റ്റം മാറിയിട്ട് ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് എന്തായാലും മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി KCJM ഹൈസ്കൂളിൽ വെച്ച് നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഭരണ സംവിധാനം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് കുട്ടികളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെൻ്ററി സമ്പ്രദായത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പാർലമെൻ്ററി സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഈ സംവിധാനത്തിന് നമ്മുടെ സ്കൂളിലും മറ്റുള്ള സ്കൂളുകൾ പോലെ തന്നെ നമ്മുടെ സ്കൂളിലും അതിൻ്റെ അനുഭവം പങ്കുവെക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളെ കൂടാതെ കമ്മിറ്റി പ്രതിനിധികളായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ്, അബു മുസ്ലിയാർ, മുഹമ്മദ് സലീം C, വാർഡ് കൗൺസിലർ മുഹിമിദ ഷിഹാബ്, മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ബഷീർ, പ്രധാനാധ്യാപകൻ ഫാഹിസ് പറമ്പൻ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ സാവിത്രി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ഇലക്ഷൻ എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണ് എന്നുള്ള എല്ലാ രീതിയിലും ഇലക്ഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് അതിന് കുറേ മനസ്സിലാക്കാൻ കഴിയും. കുട്ടികൾ എന്നുള്ളത് നമ്മുടെ സ്വത്താണ്. ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് എത്രത്തോളം എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്. ഇപ്പം ഇന്ന് ഇലക്ഷനാണ്. 3 ദിവസം മുമ്പാണ് ക്യാമ്പ് കഴിഞ്ഞത്, ഫോറസ്റ്റ് ക്യാമ്പ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പ്. ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉണ്ട്, അതൊരു അനുഭവമാണ്. ഇവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ടെന്നിസ് ഉണ്ട്. സബ് ജില്ലാ തലത്തിലും നമ്മുടെ സ്കൂള് നമ്പർ 1 ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എല്ലാ രീതിയിലും JRC ഉണ്ട്, ഗൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ വോട്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു KCJM സ്കൂളിലും അവർ ഇലക്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷനും കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്താനും പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായുമാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. എങ്ങനെ നമ്മളെ കുട്ടികളെ ഒരു പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതിനെക്കുറിച്ച് കുട്ടികളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനും കുട്ടികളുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ സംഘടിപ്പിക്കുന്നത്. എങ്ങനെയാണോ പാർലമെന്റ് ഇലക്ഷൻ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത്. എങ്ങനെയാണോ ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേ മാതൃകയിലാണ് KCJM ഹൈസ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പും നടന്നത്. മാനേജ്മെന്റ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, പോലീസ് അധികാരികൾ എന്നിവരുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് പ്രൗഢോജ്വലമാക്കി. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി.